വെൽക്കം ബാക്ക് ഓൾ ഓഫ് യു. തൈമനാണ്. ആന്റി മലേറിയൽ ഡ്രഗ്സ് ഫാർമക്കോളജി വീഡിയോ സീരീസിലെ നമ്മുടെ ഫോർത്ത് വീഡിയോ ആണ്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് 8 അമിനോക്വിനോൾസ്, പ്രൈമാക്വിൻ ആൻഡ് ടെഫ്നോക്വിൻ ആൻഡ് ദെൻ ക്വിനൈൻ, ചിങ്കോണ ആൽക്കലോയിഡ്സ്. സോ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 8 അമിനോക്വിനോളിൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആകെയുള്ള മരുന്ന് പ്രൈമാക്വിൻ ആണ്. ടെഫിനോക്വിൻ പുതിയ മരുന്നാണ്. സോ പ്രൈമാക്വിൻ ആണ് ഏറ്റവും സുപ്രധാന മരുന്ന്. അപ്പൊ നമുക്ക് പ്രൈമാക്വിനെ കുറിച്ച് ആദ്യം പറയാം. പ്രൈമാക്വിൻ ഫസ്റ്റ് പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അബൌട്ട് പ്രൈമാക്വിൻ ഈസ് ദാറ്റ് this is not used or കൊടുക്കുന്നില്ല. എവിടെയാണ്? ഇൻ ക്ലിനിക്കൽ ക്യൂർ. ക്ലിനിക്കൽ ക്യൂറിന് ഉപയോഗിക്കുന്ന മരുന്നല്ല പ്രൈമാക്വിൻ. ഇത് ആദ്യമേ ഓർത്തു വെച്ച്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ആൻഡ് നോട്ട് എഫക്റ്റീവ് ആസ് ക്ലിനിക്കൽ ക്യൂർ ഏജന്റ്, നോട്ട് എഫക്റ്റീവ് ഫോർ എറിത്രോസൈറ്റിക് ഷൈസോൺ. ഇവിടെ ഉള്ളതിനെ ഒന്നും ഇത് കൊല്ലുന്നില്ല. നോ എഫക്ട് ഓൺ എറിത്രോസൈറ്റിക് ഷൈസോൺ ഡിസീസ്. അപ്പൊ ഇവ ഉപയോഗിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് കണ്ടീഷൻസിലാണ് ഇവ ഉപയോഗിക്കുന്നത്. ഇൻ റാഡിക്കൽ ക്യൂർ, ഫസ്റ്റ് ആസ് എ റാഡിക്കൽ ക്യൂർ ഏജന്റ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുക. അതായത് ലിവറിൽ നിന്ന്, ഇപ്പൊ ലിവറിൽ ഇതാണ് ഷൈസോൺസ്, നീറോസോയിഡ്സ് ആയിട്ട് ഇവിടെ എത്തുന്നു നമുക്കറിയാം. പക്ഷെ ഇൻ വൈവാക്സ് ആൻഡ് ഒവൈൽ, വൈവാക്സിലും ഒവൈലും എല്ലാം ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. കുറച്ച് ആൾക്കാർ ഇവിടെ തങ്ങുന്നു. ഈ തങ്ങുന്ന ആൾക്കാരെ നമ്മൾ ഹിപ്നോസോയിഡ്സ്, ലിവറിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരെ നമ്മൾ ഹിപ്നോസോയിഡ്സ് എന്നാണ് പറയുക. സോ വൈവാക്സിലും ഒവൈലിലും റിലാപ്സ് ഉണ്ടാക്കുന്നത് ഇവർ മൂലമാണ്. റിലാപ്സ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അസുഖം ഉണ്ടാക്കാനുള്ള ചാൻസ് വരുന്നത് ഈ ഉറങ്ങുന്ന ഹിപ്നോസോയിഡ്സ് മൂലമാണ്. സോ ഇത് തടയാനായിട്ടാണ് പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഉപയോഗം. സോ ടു പ്രിവെന്റ് റിലാപ്സ് ഓഫ് മലേറിയ ഇൻ റാഡിക്കൽ ക്യൂർ ഇൻ, പ്രത്യേകം എഴുതുക, വൈവാക്സ് ആൻഡ് ഓവൈൽ, പ്രത്യേകം നോട്ട് ചെയ്യുക. ഫാൽസിപാരത്തിന് ഇതില്ല. ഇപ്പൊ എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ 0.25 milligram per kilogram or 0.5 milligram per kilogram വരെയാണ് നമ്മൾ കൊടുക്കുക. ദിവസേന കൊടുക്കണം, 14 ദിവസം കൊടുക്കണം. 14 days we have to give this drug. So this is the most important use of Primac. ഫാൽസിപാരം ആകുമ്പോൾ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഫാൽസിപാരത്തിന് റിലാപ്സ് ഇല്ല. ഫാൽസിപാരത്തിന് എല്ലാ മെറോസോയിഡ്സും ഇവിടെ. ആൻഡ് ഓൾസോ ഇൻ മിക്സഡ് ഇൻഫെക്ഷൻ, ഫാൽസിപാരവും വൈവാക്സും ഒവയിലും എല്ലാം കൂടി ഉള്ള കേസിലും ഇത് കൊടുക്കണം, ബിക്കോസ് നമുക്ക് ഇതിനെ കൊല്ലാൻ. സോ ഇതാണ് പ്രധാനപ്പെട്ട ഉപയോഗം. രണ്ടാമത്തെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ ഇൻ കോസൽ പ്രൊഫൈലാക്സിസിനാണ്. കോസൽ പ്രൊഫൈലാക്സിസിന് വേണ്ടി നമുക്ക് കൊടുക്കാം. പക്ഷേ നമ്മൾ ഇതാണ് ആദ്യം സ്പോറോസോയിഡ്സ് ഇവിടെ എത്തുന്നു, ലിവറിൽ തങ്ങുന്നു, ഇതിനെ കൊല്ലുന്നതാണ്. ഇത് കാര്യമായ ഉപയോഗമില്ല എന്ന് നമ്മൾക്കറിയാം. നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ കാര്യം പറഞ്ഞു. കാരണം ഈ സമയത്ത് നമുക്ക് അസുഖമോ മലേറിയോ ഒന്നുമില്ല, അതുകൊണ്ട് ആരും അത് കണ്ട് ഉപയോഗിക്കാറില്ല. മൂന്നാമത്തെ സുപ്രധാനപ്പെട്ട ഉപയോഗം ഗാമറ്റോസിഡൽ ഡ്രഗ് ആണ്. ഗാമറ്റോസിഡൽ എന്ന് പറയുന്ന ഇതാണ് ഗാമേറ്റ്സ്. മീറോസോയിഡ്സിൽ നിന്ന് ഗാമേറ്റ്സ് ആകുന്നു. ഗാമേറ്റ്സ് ഉള്ള ആരിലായിരിക്കും? രോഗികളിലാണ്. സോ ദിസ് ഡ്രഗ് പ്രൈമാക്വിൻ ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് ഗാമറ്റോസിഡൽ ഡ്രഗ്. അപ്പൊ ഇതിന് 14 ദിവസം കൊടുക്കണോ വേണ്ട? എപ്പോഴാണ് ഒന്ന് കൊടുക്കുക? യൂഷ്വലി ചികിത്സയുടെ രണ്ടാമത്തെ ദിവസം, സെക്കൻഡ് ഡേ, 1 സിംഗിൾ ഡോസ്. ഒറ്റ ദിവസം ഒരു സിംഗിൾ ഡോസ് കൊടുത്താൽ മതി. സാധാരണ സെക്കൻഡ് ഡേ ആണ് കൊടുക്കുക. ക്ലോറോക്വിൻ കഴിക്കുന്നു, രണ്ടാമത്തെ ദിവസം ഈ മരുന്ന് കഴിച്ചു. ഇതാണ് ഈ മരുന്നിന്റെ 3 ഉപയോഗങ്ങൾ. സോ ക്ലിനിക്കൽ ക്യൂറിൽ ഈ മരുന്ന് ഉപയോഗിക്കുന്നില്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പൊ ഇത് ഉപയോഗങ്ങൾ പറഞ്ഞു. ഇനി ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതെല്ലാം? നോ യൂസ് പെർമിറ്റഡ്. 1 ഇൻ പ്രഗ്നൻസി, ഗർഭിണികളിൽ ഉപയോഗിക്കാൻ പാടില്ല ഈ മരുന്ന്. ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ പ്രഗ്നൻസി. ഓൾ ട്രൈമസ്റ്റർ, ഒരു ട്രൈമസ്റ്ററിലും ഉപയോഗം അനുവദിക്കുന്നില്ലാത്ത മരുന്നാണ്. ഓൾസോ പ്രഗ്നൻസി ആൻഡ് ഓൾസോ ഇൻ ലാക്ടേഷൻ. ലാക്ടേഷനിൽ ഉപയോഗിക്കുന്നില്ല, പ്രഗ്നൻസിയിൽ ഉപയോഗിക്കുന്നില്ല. രണ്ടാമത്തെ എവിടെയാണ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ചിൽഡ്രൻ ലെസ് ദാൻ 1 years. കൊച്ചുകുട്ടികളിൽ പ്രൈമാക്വിൻ ഉപയോഗിക്കാറില്ല. 1 വയസ്സിൽ താഴെയുള്ളവരിൽ ഉപയോഗിക്കാറില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഉപയോഗം, പാടില്ലാത്ത കണ്ടീഷൻ, ഇൻ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ് ഡെഫിഷ്യൻസി ഉള്ളവരിൽ ഉപയോഗിക്കാറില്ല. ഈ എൻസൈം ഇല്ലാത്തവരിൽ ഉപയോഗിക്കാറില്ല, ബിക്കോസ് അവരിൽ ഹീമോലൈസിസ് ഉണ്ടാക്കും. RBC ഹീമോലൈസിസ് ആവും. എന്നാലും ബിക്കോസ് സിറ്റുവേഷന്റെ ഇത് പ്രമാണിച്ച് നമ്മൾ മോഡറേറ്റ്, സിവിയർ അല്ലാത്ത മൈൽഡ് ടു മോഡറേറ്റ് വരെയുള്ളവരിൽ ചിലപ്പോൾ നൽകിയേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 0.5 milligram per kilogram, 0.25 milligram per kilogram 14 days അല്ല, നമ്മൾ അതിന്റെ ഡോസ് ഒന്ന് മാറ്റും. ആ ഡോസ് ഇങ്ങനെയാണ്, 0.75 milligram per kilogram. ഉയർന്ന ഡോസാണെന്ന് തോന്നും, പക്ഷേ നമ്മൾ കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ്. വൺസ് ഇൻ എ വീക്ക്, വൺസ് ഇൻ 7 days for 8 weeks.
ഒരാഴ്ചയിൽ ഒരിക്കൽ മാത്രമായിട്ട്. സ്റ്റിൽ നമുക്ക് എന്തൊക്കെ വേണം, ഹീമോലൈസിസ് ഉണ്ടോ എന്നുള്ള ടെസ്റ്റുകൾ, ഹീമോലൈസിസിന്റെ ടെസ്റ്റുകളെല്ലാം പീരിയോഡിക്കലായിട്ട് നടത്തിക്കൊണ്ട് മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പ്രൈമാക്. രണ്ടാമത്തെ മരുന്ന് നമുക്ക് പറയാനുള്ളത് ടഫിനോക്കിനെ കുറിച്ചിട്ടാണ്. ടഫിനോക്കിൻ ഈസ് ഓൾസോ ആൻ ഐറ്റമിനോക്കിനോളിൻസ്. പുതിയ മരുന്നാണ്, ന്യൂ ഡ്രഗ് ആണ്. 2018 എന്തോ ആണ് ഇത് വന്നത്. ഓക്കെ, ഇതും ഓൺലി ഫോർ റാഡിക്കൽ ക്യൂർ, ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മരുന്നാണ്. സോ ഹൗ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം പ്രൈമാക്വിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതും ഒവൈലിനും വൈവാക്സിനും മാത്രമാണ്. ബിക്കോസ് റാഡിക്കൽ ക്യൂർ എന്ന് പറയുമ്പോഴത്തേക്കും ഹിപ്നോസോയിഡ്സിന് വേണ്ടിയിട്ടാണല്ലോ, അത് വൈവാക്സിനും ഒവൈലിനും മാത്രമേ ഉള്ളൂ. സോ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, ഇത് ഒറ്റത്തവണ വൺ സിംഗിൾ ഡോസ് മതി എന്നുള്ളതാണ്. ഒറ്റത്തവണ, മറ്റേത് 14 ദിവസം നമുക്ക് ഉപയോഗിക്കണം അല്ല. ഇത് ഒറ്റ ഒരു തവണ, ഒറ്റ ഡോസ്, 150 മില്ലിഗ്രാമിന്റെ 2 ഗുളികകൾ, 2 ക്യാപ്സ്യൂൾ ആയിരിക്കും മിക്കവാറും. അങ്ങനെ 300 മില്ലിഗ്രാം ഒറ്റ തവണ കഴിച്ചാൽ ഓക്കെ. സോ ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. പക്ഷേ വൈഡ് ആയിട്ടില്ല ഈ മരുന്ന്, പുതിയ മരുന്നായതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ബിക്കം വൈഡ്. ഇനി 2 മരുന്നുകളും ഇതിന്റെ മെക്കാനിസം ആക്ഷൻ ഇത് തന്നെയാണ്. റിഡോക്സ് റീസൈക്ലിങ്ങിനാണ് ബ്ലഡിൽ വിധേയമാകുന്നത്. അതുകൊണ്ട് ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നു, H2O2 ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഹീമോലൈസിസ് ഉണ്ടാകാം. സോ G6PD ഡെഫിഷ്യൻസിയിൽ കുറയ്ക്കേണ്ടി വരുന്നേക്കാം ഈ മരുന്ന്. ഓക്കെ, കരുതലോടെ ഉപയോഗിക്കുക. പക്ഷെ ഇതിന്റെ അത്രയും പ്രശ്നം പറയുന്നില്ല. സോ ദാറ്റ്സ് ദ അഡ്വാൻറ്റേജ് ഓഫ് ടഫിനോക്കിൻ ഓവർ പ്രൈമാക്വിൻ. നമുക്ക് അടുത്ത മരുന്ന് സിങ്കോണ ഓട്ടംനെയിൽ, സിങ്കോണ ഒഫിഷ്യനാലിസ്, സിങ്കോണ സക്സിറുബ്ര എന്നൊക്കെ പറയുന്ന ഒരു മരങ്ങളാണ്. ഈ മരങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ആൽക്കലോയിഡ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്യുനൈൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ്. ദെൻ അടുത്തത് ക്യുനിഡിൻ ആണ്. ക്യുനൈനും ക്യുനിഡിൻ ആൻഡ് ക്യുനിഡിൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ക്യുനിഡിൻ ഈസ് എ ഡിഐസോമർ ആണ്. ഡിഐസോമർ യൂസ്ഡ് ഇൻ അരിത്മിയയിലാണ് ഉപയോഗിക്കുന്നത്. ക്ലാസ് 1A ഡ്രഗ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച. ക്യുനൈൻ ഈസ് എ റെസിമിക് മിക്സർ ആണ്. റെസിമിക് മിക്സ്ചർ ഓഫ് ദിസ് L and D isomers ഉള്ളതാണ് ക്യുനൈൻ. ഓക്കെ, സോ ദിസ് an alkaloid. ഫസ്റ്റ് പോയിന്റ്, ആദ്യമായിട്ട് എഴുതാനുള്ള പോയിന്റ്, ദിസ് ഈസ് ഫാസ്റ്റ് ആക്ടിംഗ് ആണ്, വേഗത്തിൽ പ്രവർത്തിക്കുന്ന മരുന്നാണ്, അല്ലെങ്കിൽ ഫാസ്റ്റ് റാപ്പിഡ്ലി ആക്ടിംഗ് ആണ്. ബട്ട് ഇറ്റ് ഈസ് ഷോർട്ട് ആക്ടിംഗ് ഓൾസോ, ഷോർട്ട് ആക്ടിംഗ് മരുന്ന് കൂടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സോ വി ഹാവ് ടു ആഡ് ലോങ് ആക്ടിംഗ് മരുന്ന് കൂടെ ചേർത്ത്. സോ ക്യുനൈൻ കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ലോങ് ആക്ടിംഗ് ആയിട്ടുള്ള മരുന്നുകൾ കൂടി കൊടുക്കണം. സാധാരണ നമ്മൾ കൊടുക്കുന്നത് ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ഓർ ക്ലിൻഡാമൈസിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്. ഇത് രണ്ടുമാണ് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ട്രീറ്റ്മെന്റിൽ കണ്ടതാണ്. സോ ക്ലിൻഡാമൈസിൻ ആണെങ്കിൽ ഗുണം എന്താണ്? ക്ലിൻഡാമൈസിൻ ഗർഭിണികളിലും കുട്ടികളിലും കൊടുക്കാം. ഇതാകുമ്പോഴത്തേക്കും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി എവിടെയാണ് കൊടുക്കുക എന്ന് ചോദിച്ചാൽ, ഇൻ ക്ലോറോക്കിൻ റെസിസ്റ്റൻസ്. ക്ലോറോക്കിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് പ്ലാസ്മോഡിയം ഫാൽസിപാരം, അവിടെയാണ് നമ്മൾ ക്യുനൈൻ ഈസ് ദ സെക്കൻഡ് ഓപ്ഷൻ. എങ്ങനെ കൊടുക്കാം? IV ആയിട്ട് കൊടുക്കാം, ഓറലായിട്ട് കൊടുക്കാം. സോ IV ആയിട്ട് കൊടുക്കാം. IV ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും വി ഹാവ് ടു ഗിവ് ഇൻ 5% ഡെക്സ്ട്രോസിൽ വേണം കൊടുക്കാൻ. ഇമ്പോർട്ടന്റ് ആണ്, കാരണം ദിസ് ക്യാൻ കോസ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കും, ബ്ലഡ് ഷുഗർ ലെവൽ താഴും. അപ്പോൾ 5% ഡെക്സ്ട്രോസിൽ വേണം നമ്മൾ കൊടുക്കാൻ. ഇനി കൈനറ്റിക്സിൽ എന്താണ് പ്രധാനപ്പെട്ട പറയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഇസ് എൻ ആൽക്കലൈൻ മരുന്നാണ് അല്ലെ. ചെടിയിൽ നിന്ന് കിട്ടുന്ന എല്ലാം ആൽക്കലോയിഡ് മരുന്നുകളെല്ലാം തന്നെ ആൽക്കലൈൻ ആണ് എന്ന് നമ്മൾ ഫാർമക്കോ കൈനറ്റിക്സിൽ പറഞ്ഞു. സോ വേർ ദേ വിൽ ബൈൻഡ് ടു alpha-1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീനിലാണ് ബൈൻഡ് ചെയ്യുക. എന്താ അത്? പ്ലാസ്മ പ്രോട്ടീൻ ആണ്. ആൽബുമിനിലല്ല ബൈൻഡ് ചെയ്യുക, alpha-1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീനിലാണ്. വാട്ട് ഈസ് alpha-1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീൻ? alpha-1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീൻ ഇസ് എൻ അക്യൂട്ട് ഫേസ് റിയാക്ടന്റ് കൂടിയാണ്. എപ്പോഴെങ്കിലും ഇൻഫ്ലമേഷൻ, രോഗങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ സംഭവം കൂടും. ഇത് വളരെയധികം വർദ്ധിക്കും. മലേറിയ വരുമ്പോൾ ഇത് വളരെയധികം വർദ്ധിക്കും. അപ്പോൾ നമ്മൾ ക്യുനൈൻ കൊടുക്കുമ്പോൾ ദിസ് ഡ്രഗ് വിൽ ഗെറ്റ് ബൗണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ഡോസ് കൊടുത്താലും കുഴപ്പമില്ല. ഹൈ ഡോസ് ക്യുനൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൂടുതലായി വരുന്ന ഇതിനകത്തേക്ക് ബൈൻഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ടോക്സിസിറ്റി ആ സമയത്ത് ഉണ്ടാവില്ല എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. സോ നമുക്ക് ഡോസ് കൂടുതൽ കൊടുക്കാം. ഇനി അഡ്വേഴ്സ് എഫക്ട് ചോദിച്ചു കഴിഞ്ഞാൽ വിട്ടുപോകാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് ചിങ്കോണിസം ആണ്. സിങ്കോണിസം എന്നും പറയാം, ചിങ്കോണിസം എന്നും പറയാം. സോ ഇറ്റ്സ് പല പ്രശ്നങ്ങൾ ഉള്ള ഒരു കൾമിനേറ്റ് ചെയ്ത ഒരു സിൻഡ്രോം പോലെ നമുക്ക് പറയാം. ഉയർന്ന അളവിൽ തുടർച്ചയായിട്ട് നൽകിയാൽ ഉണ്ടാവുന്ന ഒരു കൂട്ടം വിഷമതകളെ വിളിക്കുന്ന പേരാണ് സിങ്കോണിസം. ഏറ്റവും പ്രധാനം അതിൽ ഇയറുമായിട്ട് ബന്ധപ്പെട്ടാണ്. കേൾവി തകരാർ, പെർമനന്റ് ലോസ് വരെ ഉണ്ടാക്കാം. റിംഗിങ് ഇൻ ദ ഇയേഴ്സ്, ടിനിറ്റിസ് ഒക്കെ ആയിരിക്കും തുടക്കം. തലവേദന ഉണ്ടാകാം, ഹെഡ് ഏക്ക് ഉണ്ടാകാം, നിസ്റ്റാഗ്മസ് ഉണ്ടാകാം. then it even can lead to CNS seizures വരെ പോകാം. ഓക്കെ, ഇതാണ് സിങ്കോണിസം എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും
അധികം ഉണ്ടാകുന്നത് ഇതല്ല, അത് നമ്മൾ ഓർത്തിരിക്കുക, അത് ഡയറിയാണ്. ഡയറിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നം. നമ്മൾ ക്യൂനിഡിനിൽ അത് പറഞ്ഞതാണ്. ഓക്കെ, ധൈര്യമായിട്ട് ഡയറിയ എഴുതാം. സോ ഡയറിയ ഇസ് വൺ ഇമ്പോർട്ടന്റ് സൈഡ് എഫക്ട്സ് ഇതാണ്. ദെൻ പിന്നെ ഒരു പ്രശ്നം ബ്ലാക്ക് വാട്ടർ ഫീവർ ആണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ അതും ഏകദേശം ഈ സിങ്കോണിസം ഒക്കെ പോലെ ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. ഹീമോലൈസിസ് മൂലം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ഇത്. ക്യുനാന് മാത്രമല്ല മറ്റു പല ആന്റി മലേറിയൽസിനും ഉണ്ടാകാവുന്ന പ്രശ്നമാണ്. ഹീമോഗ്ലോബിനൂറിയ, അപ്പൊ അതുകൊണ്ട് മൂത്രത്തിൽ ചുമന്ന കളറൊക്കെ വരിക, ഓക്കെ, ഡാർക്ക് യൂറിൻ തുടങ്ങിയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ. മറ്റൊരു പ്രശ്നം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹൈപ്പോഗ്ലൈസീമിയ ആണ്. അതുകൊണ്ട് ഗ്ലൂക്കോസിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്നത് വെച്ചാൽ കേവ് ചാനൽ, പൊട്ടാസ്യം ചാനൽ ബ്ലോക്കർ ആണ്. പൊട്ടാസ്യം ചാനലും ഹൈപ്പോഗ്ലൈസീമിയയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് വെച്ചാൽ ഇൻസുലിൻ റിലീസ് ചെയ്യുന്ന ബീറ്റാ സെൽസിനകത്ത് ഇൻസുലിൻ പുറത്തേക്ക് വേണമെങ്കിൽ അവിടെ ഒരു പൊട്ടാസ്യം ചാനൽ ഉണ്ട്. ഏതായിരുന്നു അതിന്റെ പേര്? സൾഫണാലൂറിയ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ്. സോ പൊട്ടാസ്യം ചാനൽ തടയുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ഇൻസുലിൻ പുറത്തേക്ക് വരും. ഇൻസുലിൻ കൂടുതലായിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകും. സോ അതുകൊണ്ടാണ് ഡെക്സ്ട്രോസ് 5% കൊടുക്കണം എന്ന് പറയുന്നത്. സോ പൊട്ടാസ്യം ചാനലിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. പൊട്ടാസ്യം ചാനൽ ബ്ലോക്ക് ചെയ്യുന്ന മറ്റൊരു മരുന്ന് കൂടിയാണ് ക്യൂനിഡിൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബ്ലോക്ക് പൊട്ടാസ്യം ചാനൽ. ഹൃദയത്തിൽ എന്ത് പറ്റും? സോഡിയം ചാനലിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സോ ക്ലാസ് 1A ഡ്രഗ് പൊട്ടാസ്യം ചാനൽ ബ്ലോക്ക് ചെയ്യുന്നതെല്ലാം തന്നെ ക്യൂറ്റി പ്രൊലോങ്ങേഷൻ ഉണ്ടാക്കും. പ്രൊലോങ്ങേഷൻ ഓഫ് ക്യൂറ്റി ടൈം, ക്യൂറ്റി ഇന്റർവെൽ കൂട്ടും. ദെൻ അപ്പൊ അതുകൊണ്ട് ടോർസൈഡ്സ് ഡി-പോയിന്റേഴ്സ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കും. സോ അരിത്മിയ ഉണ്ടാക്കും. അരിത്മിയോജനിക് ആണ്. ഇനി ഹൃദയത്തിലുള്ള ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യും. ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുമ്പോൾ ഹൈപ്പോ ടെൻഷൻ ഉണ്ടാക്കാം. ഓൾമോസ്റ്റ് ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ക്യൂനിഡിൻ പഠിച്ചപ്പോൾ പറഞ്ഞത്. അത് തന്നെയാണ് നമ്മൾ ക്യുനൈൻ. പക്ഷേ എക്സെപ്റ്റ് ഇവിടെ നമ്മൾ പറയുന്നത് യൂസ് ആണ്. യൂസ് ഈസ് ഇൻ എവിടെയാണ് ഉപയോഗം? ഇൻ മലേറിയ. ഏത് മലേറിയ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സേഫ് ഇൻ പ്രഗ്നൻസി. സേഫ് ആണ് പ്രഗ്നൻസിയിൽ. ദിസ് ഡ്രഗ് ഈസ് സേഫ്. അപ്പോൾ ഡോക്സിസൈക്ലിനോ ക്ലിൻഡാമൈസിനോ ഒരുമിച്ച് കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷേ ഡോക്സിസൈക്ലിൻ സേഫ് അല്ല, അപ്പൊ നോക്കി കൊടുക്കണം. പക്ഷേ ഈ മരുന്ന് നമ്മുടെ ക്യുനൈൻ ഈസ് സേഫ് ആണ്. ദെൻ സെക്കൻഡ് ഉപയോഗം ആന്റി അരിത്മിക് ആണ്. ഇത് തന്നെ ക്ലാസ് 1A ആന്റി അരിത്മിക് ആണ്. മൂന്നാമത്തെ ഒരു ഉപയോഗം അമിതമായിട്ട് ഇഷ്ടംപോലെ ബുക്കുകളിൽ കാണുന്നത് നോക്ടേണൽ ലെഗ് ക്രാമ്പ് ആണ്. ഈ നോക്ടേണൽ ലെഗ് ക്രാമ്പിന് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. പക്ഷെ FDA ഒരു വാണിംഗ് ഉണ്ട്, ഇത് അത്ര സേഫ് അല്ല. ദർ ഇസ് FDA വാണിംഗ്. എനിക്കൊന്ന് 2000 ആ സമയത്താണ് FDA വാണിംഗ് കൊടുത്തിട്ടുള്ളത്, നോട്ട് റെക്കമെൻഡഡ്. എങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കും. സോ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള. അടുത്ത വീഡിയോയിൽ നമുക്ക് ആർട്ടെമിസിനിൻ ഗ്രൂപ്പ് ഓഫ് ഡ്രഗുകളും ബാക്കി എല്ലാ മരുന്നുകളും അടുത്ത വീഡിയോയിൽ പറയാം. സോ താങ്ക് യു ഫോർ പേഷ്യന്റ് ലിസണിങ്.